ഹായ് ഹലോ, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടേമിൻ്റെ ഒരു സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് ഇംഗ്ലീഷ് 9ാം ക്ലാസ്സിലെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻസ്ട്രക്ഷൻസും ഒക്കെ കിട്ടും അല്ലേ, അതൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് 1 to 5 റീഡ് ദ ഫോളോവിങ് എക്സ് ഓഫ് ദ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കുറച്ച് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Father will certainly be sitting in the rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. He will be reading off course, but when he sees me, he will put down his book, push his spectacles high up on his forehead, and get up and walk towards me. He will say, "Good day, my daughter. I am very glad to see you. Oh, why you are here, and how are you, my child?" Just as he always used to do. ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വേർ വിൽ ഫാദർ ബി സിറ്റിംഗ് അക്കോർഡിംഗ് ടു ദ നറേറ്റേഴ്സ് ഡേ ഡ്രീം അല്ലേ. അതിൻ്റെ ആൻസർ എന്താണ്? ഫാദർ വിൽ ബി സിറ്റിംഗ് ഇൻ എ റോക്കിംഗ് ചെയർ ഓൺ എ വരാന്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ഫാദർ ബി ഡൂയിങ് വെൻ ദ നറേറ്റർ ഫസ്റ്റ് സീ ഹിം? ഹി വിൽ ബി റീഡിങ് എ ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഫാദർ ഡു വെൻ ഹി സീസ് ദ നറേറ്റർ? എന്താണ് ആൻസർ വരിക? ഹി വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്, പുഷ് അപ്പ് ഹിസ് സ്പെക്ടാക്കിൾസ് ആൻഡ് വാക്ക് ടുവേർഡ്സ് ദ നറേറ്റർ. ദെൻ വാട്ട് വിൽ ഫാദർ സേ ടു ദ നറേറ്റർ വെൻ ഹി ഗ്രീറ്റ്സ് ഹെർ? എന്താണ് ആൻസർ? ഹി വിൽ സേ, "ഗുഡ് ഡേ മൈ ഡോട്ടർ. ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു. ഓ, why you are here and how are you, my child?" നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Why does the narrator think father will greet her in this particular way? അപ്പോൾ എന്താണ് ആൻസർ? ബിക്കോസ് ദാറ്റ്സ് ഹൗ ഹി ഓൾവേസ് യൂസ്ഡ് ടു ഗ്രീറ്റ് ഹെർ അല്ലേ. പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്താൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വരിക. നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻസ് 1 to 5 റീഡ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഫ്രം ദ പാസേജ് ഹാഫ് എ ഡേ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇപ്പോൾ പാസേജ് നോക്കാം. ദ സൈറൻ ഓഫ് ദ എ ഫയർ എൻജിൻ ഷിർക്കഡ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലേവ് ഇറ്റ്സ് എ വേ ടു റീച്ച് ദ ബ്ലാസിംഗ് ഫയർ. A battle raged between a taxi driver and his passenger while the passenger's wife called out for help and no one answered. Good God, I was in a daze, my head spun. I almost went crazy. How could all this have happened in half a day? Between early morning and sunset, I would find the answer at home with my father. But where was my home? I could see only tall buildings and hordes of people. അപ്പോൾ ഈ പാരഗ്രാഫ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന നമ്മൾ ചാപ്റ്ററിലെ കുറച്ച് പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റീഡ് ചെയ്തിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് സൗണ്ട് ഡിഡ് ദ നറേറ്റർ ഹിയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പാസേജ്? വാട്ട് വാസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ? ഹൗ ഡിഡ് ദ നറേറ്റർ ഫീൽ ആസ് ദേ വിറ്റ്നസ് ദ chaotic scene? Who did the narrator hope to find answer with? What was the narrator unable to see despite being surrounded by buildings and people? അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ആൻസർ ഓരോന്നായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും അത് വായിച്ചിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ തന്നെ വരും എന്നല്ല പറയുന്നത്, പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ. അപ്പോൾ ചിലപ്പോൾ നമ്മളെ പാഠത്തിൽ നിന്നുള്ള പാരഗ്രാഫ്സ് ആവാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വേറെ ഏതെങ്കിലും സ്റ്റോറി ആവാം. അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ 1 to 5 റീഡ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഫ്രം ദ പാസേജ് നത്തിങ് ട്വൈസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Nothing can ever happen twice in consequence. The story fact is that we arrive here improvised and live without the chance to practice. Even if there is no one number, if you are the planet's biggest done,
You can't repeat the class in summer. This course is only offered once. No day copies yesterday, or no two nights will teach what bliss is in preciously the same way with the preciously the same kisses. ഇനി ഈ പോയിംസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഇവിടെ വാട്ട് ക്യാൻ നെവർ ഹാപ്പൻ ട്വൈസ് അക്കോർഡിംഗ് ടു ദ പോയം. Why can't we practice or repeat or experience? What is the consequence of being unable to repeat our experiences? What is unique about each day and night according to the poem? What is the poet trying to convey about the nature, life and experiences? Answer നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് nothing can never happen twice because each experience is unique and can't be repeated. We arrive unprepared and leave without a chance to improve. Each day and night is unique and can't be exactly replicated. The poet is highlighting the fleeting and one-time nature of life's experiences. അടുത്ത ഭാഗം രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഏതെങ്കിലും ഒന്നാണ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് എഴുതാം. ദ സ്റ്റോറി ഓഫ് ഹാഫ് ഡേ ഡിസ്ക്രൈബ് ദ സ്കൂൾ ഈസ് ഫാക്ടറി ദാറ്റ്സ് മേക്ക് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ദ ഫാദർ ഇൻ സ്റ്റോറി എക്സ്പ്ലെയിൻ ടു ഹിസ് സൺ പ്രിപ്പയർ എ റൈറ്റർ. അപ്പോൾ ഹാഫ് എ ഡേ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഷോർട്ട് സ്റ്റോറി ഹാഫ് എ ഡേ ബൈ നഗിമ മെഹഫൂസ് മാസ്റ്റർഫുള്ളി portrays the three phases of human life: the age of innocence, the age of growth and learning, the age of helplessness and dependence. The narrative seamlessly weaves together these stages, illustrating how time and experience shape our attitudes and transform our lives. The story begins with the age of innocence, where childhood wonder and curiosity prevail. As the protagonist grows, he enters the age of growth and learning, where he navigates the challenges of adulthood and grapples with the societal expectations. Finally, he reaches the age of helplessness and dependence, where he confronts the limitations and the vulnerabilities of old age. Through his journey, Mahfouz highlights the immenseness of life and the importance of cherishing each moment. The story also explores how our surroundings and experiences shape our attitude and beliefs, influencing the people we become. Half a day is a poignant reminder to embrace each phase of life and find meaning in our journey. അപ്പോൾ നമ്മളെ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാനാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിലെന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നൊക്കെ ഒരു പാരഗ്രാഫായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും, അത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ സ്റ്റോറി ദ ടോയ്ലറ്റ് ഡിസ്ക്രൈബ്സ് ദ പേഴ്സണൽ സ്ട്രഗിൾസ് ദ ഓതർ ഹാഡ് ടു ഫേസ് ഇൻ ഹെർ ലൈഫ്. അല്ലേ, ദ ടോയ്ലറ്റ് എന്ന പാഠത്തിലൂടെ നമ്മൾ കണ്ടത് ഓതറിൻ്റെ പേഴ്സണൽ സ്ട്രഗിൾസ് ആണ്. അപ്പോൾ പ്രിപ്പയർ എ നറേറ്റീവ് ഓഫ് എർ എക്സ്പീരിയൻസ്, അവളെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അപ്പാർത്തൈഡ് era, South Africa's oppressive landscape, a young woman's journey of self-discovery unfolds. Jaina Molfa Payogne, the short story The Toilet, masterfully captured the struggles of adolescence and the quest for identity in a society governed by rigid rules and expectations. One day she stumbled upon an unlucky sanctuary, the toilet. This small private space became her refuge, a place where she could momentarily flee the oppressive force that governed her life. As she sat in silence, she began to explore her own identity, to question the expectations placed upon her, and to dream of a different future. In this humble space, she discovered a sense of freedom and empowerment she never knew existed. The toilet became a symbol of resilience, a reminder that even in the darkest moments, there is always a way to reclaim one's sense of self.
നെക്സ്റ്റ് നോക്കാം. ദ ലിറ്റിൽ ബോയ് ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ വാസ് വെരി കൺഫ്യൂസ്ഡ്. ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് വൈ ഇറ്റ് വാസ് നെസസറി to attend school. He jots down his thoughts in his diary. Attempt his diary. അപ്പോൾ ആ കുട്ടിയുടെ ഡയറി എഴുതാനാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോഴുള്ള ഫോമുകളൊക്കെ പഠിച്ച് വെക്കുക. തേഴ്സ്ഡേ ഡേറ്റ് എഴുതുക, ഡേ എഴുതുക. What a difference a day makes. Yesterday I was so confused and rushed to school, but today was a completely new experience. I had never imagined school would have this rich variety. We planned all sorts of games, swings, the valuating horse ball games. I felt like I was in a wonderland. In the music room, we chanted our first song together and it felt like our voices were soaring. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ, അതായത് മാഡം മോൾഫൻ എന്താണ് കൺഗ്രാജുലേഷൻ ചെയ്തുകൊണ്ട് ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഓതർക്ക് സ്റ്റോറി എഴുതിയ, നമ്മളെ ഷോർട്ട് സ്റ്റോറി എഴുതിയ ഓതർക്ക് ലെറ്റർ എഴുതാൻ ചോദിക്കുകയാണ്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോം പഠിച്ചേക്കുക. കണ്ടൻറ്റ് എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ടൻറ്റ് എഴുതുക. അപ്പോൾ പ്ലേസ്, ഡേറ്റ്, പിന്നെ എന്താ അഭിസംബോധന ചെയ്ത് ഹായ് മാഡം മോൾഫ എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, സബ്ജക്റ്റ് എന്താണോ അത് എഴുതുക. ഇവിടെ കൺഗ്രാജുലേഷൻ ഓൺ യുവർ അച്ചീവ്മെൻറ്റ്സ് ആസ് എ റൈറ്റർ. I recently read your short story The Toilet and was deeply moved by your powerful storytelling. Your writing has a way of resonating with the readers and inspiring us to think critically about the world around us. Thank you for sharing your talent with us. I took forward to reading more of your work. അപ്പോൾ ലെറ്ററിൻ്റെ ഫോം പഠിച്ചേക്കുക. കണ്ടൻറ്റ് എന്താണോ അത് ആ ലെറ്ററിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ചാപ്റ്ററിൻ്റെയും കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുമായി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, ലെറ്റർ എഴുതാൻ വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.